ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉജ്ജ്വലമായ ബോധനപാതയിലൂടെ അചഞ്ചലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെ ശിവഗിരി തീർത്ഥാടനത്തിനായി ഇക്കുറിയും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണ് എന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ വികസനത്തെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും കൈത്തൊഴിലിനെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് മുന്നേ ഉള്ള ആദരണീയരായ പ്രഭാഷകർ സംസാരിച്ചു കഴിഞ്ഞു. അതിൻ്റെ കീഴിലൊരു ബൈലൈൻ എന്ന വണ്ണം സ്വയം പര്യാപ്തതയിലൂടെ അഭിവൃദ്ധി എന്നുള്ള ഒരു വാചകം കൂടിയുണ്ട്. നിങ്ങൾ കണ്ടോന്നറിയില്ല. ആ വാചകമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. സ്വയം പര്യാപ്തതയിലൂടെ അഭിവൃദ്ധി എന്നുള്ളത്. എന്താണ് സ്വയം പര്യാപ്തത എന്നുള്ളതാണ് ഞാൻ എന്നോട് തന്നെ ആദ്യം ചോദിച്ച ചോദ്യം. നമ്മളെല്ലാവരും, പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത്. വളർന്ന് വലുതാകുമ്പോൾ ഓരോ കുട്ടിയും, ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ സ്വന്തം കാലിൽ നിൽക്കണം, തലയെടുപ്പോടുകൂടി നിൽക്കാൻ സാധിക്കണം, ജീവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. നമ്മളവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ആ സ്വയം പര്യാപ്തതയിലേക്ക് ഓരോ കുട്ടിയും എങ്ങനെയാണ് വളർന്ന് വലുതാകുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഞാനിവിടെ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മേയർ ഇവിടെ വന്നു കയറിയപ്പോഴും എന്നെ ഇവിടെ കണ്ട അമ്മമാരും എല്ലാവരും ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം മോനെ കൊണ്ടുവന്നില്ലേ എന്നുള്ളതായിരുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് കരുതുകയാണ്. ഇപ്പോൾ മോന് 6 വയസ്സായി. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിൽ കുട്ടികളുടെ വളർച്ച നമ്മൾ ഓരോരുത്തരും കണ്ട് അതിനെ ആസ്വദിച്ച് രസിച്ച് വളർത്തുന്ന അച്ഛനും അമ്മയാണ് നമ്മൾ ഒട്ടുമിക്കവരും. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ കയറിയതിന് ശേഷം അവന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. വീട്ടിലെല്ലാവരും കുഞ്ഞേ വാവേ എന്നൊക്കെയാണ് സാധാരണ നമ്മുടെയൊക്കെ വീട്ടിൽ കുട്ടികളെ വിളിക്കാറുള്ളത്. നമ്മൾ എന്നെ കുഞ്ഞേ വിളിക്കണ്ട എന്ന് പറയും. ഇപ്പം ഞാനിപ്പോൾ ബിഗ്ഗായി എന്ന് പറയും. ഞാനിപ്പോൾ വലിയ കുട്ടിയായി, ഇപ്പം ഞാൻ കുഞ്ഞു വാവയൊന്നുമല്ല, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കുഞ്ഞേ എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കും. അത് പറഞ്ഞിട്ട് വലിയ വഴക്കാണ് ഇപ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് വളരാനുള്ള ഒരു ത്വര എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രായം കൂടിയാണത്. അപ്പം ഞാൻ നോക്കുമ്പോൾ അവൻ നേരത്തെ നമ്മൾ ചോറ് വാരി കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രായത്തിൽ നിന്നും ഇപ്പോൾ സ്വയം ചോറെടുത്ത് കഴിക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് നമ്മൾ എല്ലാം ചെയ്തു കൊടുത്ത് ഒരുക്കി കൊണ്ട് നിർത്തുന്ന ഒരു പ്രായത്തിൽ നിന്ന് ഇന്നിപ്പോൾ സ്വയം ഉടുപ്പൊക്കെ എടുത്തണിഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. തലേ ദിവസം രാത്രി ബാഗ് എടുത്തിട്ട് സ്വയം ടൈം ടേബിൾ ഞാൻ തന്നെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് സ്വയം പര്യാപ്തനായി ബാഗ് സ്വന്തം ചുമലിൽ തന്നെ തൂക്കിയേ പോകത്തുള്ളൂ, നിങ്ങളാരും എനിക്ക് ബാഗ് തൂക്കി തരണ്ട എന്ന് പറഞ്ഞിട്ട് കയ്യിലെടുത്തുകൊണ്ട് പോകുന്നു. അപ്പം ഇങ്ങനെ അനവധി ചിഹ്നങ്ങൾ ഞാൻ സ്വയം പര്യാപ്തനായി എന്ന് കാട്ടുന്നതിലേക്ക് ദിശാസൂചിക പോലെ ഇങ്ങനെ പ്രവൃത്തിയിലൂടെ ചെയ്തുകൊണ്ടാണ് ഞങ്ങളോട് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ഞാനിപ്പോൾ അത്ര കുഞ്ഞൊന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്നുള്ളത്. ഇതൊക്കെ കാണുമ്പോഴും എനിക്ക്, ഏതൊരമ്മയ്ക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, ഏതൊരു കുടുംബത്തിന് അങ്ങനെ തന്നെ ആയിരിക്കും. അവരെപ്പോഴും കുഞ്ഞുങ്ങളാണല്ലോ, അല്ലേ? നമ്മളെല്ലാത്തിലും സഹായിക്കണം എന്നാണ് നമുക്കെപ്പോഴും തോന്നുന്നത്. പക്ഷെ അവൻ സ്വയം പര്യാപ്തനായി എന്ന് എനിക്ക് തോന്നിയ ഒരു നിമിഷം ഉണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഓഫീസിൽ ഒരു ദിവസം വൈകുന്നേരം വന്നതിന് ശേഷം ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം സാധാരണഗതിയിൽ കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകാനായിട്ട് സഹായിക്കാനായിട്ട് വിളിക്കാറുണ്ട് കുട്ടികൾ. അപ്പോൾ ഇത് കുറച്ച് നേരമായിട്ട് എന്നെ വിളിക്കുന്നില്ല ആൾ. അപ്പോൾ ഞാനോർത്തത് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സുന്ദര കുട്ടപ്പനായിട്ട് നല്ല വൃത്തിയും വെടുപ്പോടുകൂടി പുറത്തേക്ക് വന്നു, ഉടുപ്പൊക്കെ തിരിച്ചിട്ടിട്ട്. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ ഹെൽപ്പിന് വിളിക്കാത്തേ, കഴുകാനായിട്ട് എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ബിഗ്ഗായില്ലേ, ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് എന്നോട് പറഞ്ഞു. ആ ഒരു നിമിഷം ഒരു ചെറിയ മൈൽ സ്റ്റോൺ ആയിരിക്കും, ഒരു ചെറിയ നാഴികക്കല്ലായിരിക്കും, അല്ലേ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, ഒരു അമ്മയുടെ ജീവിതത്തിൽ എന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വയം പര്യാപ്തനായി എന്ന് എനിക്ക് ബോധം വന്ന
ഒരു നിമിഷം അതായിരുന്നു. ആ പ്രായത്തിനുള്ള ഒരു സ്വയം പര്യാപ്തി എന്നുള്ളത് ആ നിമിഷത്തിൽ വന്നു എന്ന് എനിക്ക് തോന്നി. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഓരോരുത്തരും എപ്പോഴും നമ്മൾ സ്വയം പര്യാപ്തതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെയുള്ള നമ്മുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമായിട്ടുള്ള ഘടകങ്ങളെ ആയിരിക്കും നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധ പതിപ്പിക്കാറുള്ളത്. പക്ഷേ ഗുരുദേവൻ്റെ പഠനങ്ങൾ ഓരോന്നെടുത്ത് നോക്കിയാൽ ഇവിടെ ഞാൻ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും പുറത്തും സമൂഹത്തിലുമൊക്കെയുള്ള ജീർണിച്ച അവസ്ഥയിലുള്ള ദുരാചാരങ്ങളെയും അതിക്രമങ്ങളെയും എന്നാണ് നമുക്ക് സ്വയം തുടച്ചു നീക്കാൻ സാധിക്കുന്നതോ അന്നാണ് നമ്മൾ ഓരോരുത്തരും സ്വയം പര്യാപ്തരാകുന്നത്. ആ സ്വയം പര്യാപ്തത ഒരു കുഞ്ഞിന് വ്യക്തിപരമായ ആ ഒരു ചെറിയ വൃത്തത്തിൽ നിന്ന് നോക്കുമ്പോൾ പ്രതീകാത്മകമായി എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ വളർന്നു വലുതാകുമ്പോൾ നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ ഈ സ്വന്തം കാലിൽ നിൽക്കുന്ന വ്യക്തികളായിട്ടുള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് പൊതുവേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുക. നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വിവാഹം കഴിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ വിവാഹം കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഉണ്ടാവണം, അതിനുശേഷം പിന്നെ വീടുണ്ടാക്കണം, ഇങ്ങനെ നമ്മുടെ ലിസ്റ്റ് കുറച്ച് കൂടുതലാണ് മലയാളികളുടെ പൊതുവെ. പക്ഷെ ആ ലിസ്റ്റിലൊക്കെ ഉള്ള ഒരു അബദ്ധം എന്താണെന്ന് ഞാൻ പറയാം. ഈ സ്വയം പര്യാപ്തതയിൽ നമ്മൾ എത്തി നിന്നാൽ പിന്നെ ജീവിതത്തിൽ അങ്ങ് സെറ്റിലായി എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഈ സെറ്റിലാകുക എന്നുള്ള ഒരു പദം തന്നെ എനിക്ക് അനഭിലഷണീയമായിട്ടുള്ളൊരു പദമായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഈ കെമിസ്ട്രി ലാബിലൊക്കെ ഒരു റിയാക്ഷൻ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത ഒരു പദാർത്ഥമായിരിക്കും ടെസ്റ്റ് ട്യൂബിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുക. അതാണ് ശരിക്കും സെറ്റിലാവുക എന്ന് പറയുന്നത്. ഇനി യാതൊരു സ്കോപ്പും ഇല്ലാത്തൊരു ജീവിതത്തിൽ, ഇനി വളർച്ചയ്ക്ക് യാതൊരു ത്വരയും ഇല്ലാതെ ജീവിതത്തിൻ്റെ ഒരു മൂലയിൽ അടിഞ്ഞുകൂടി കിടക്കുക എന്നുള്ളതാണ് ശരിക്കും ആ പദം കൊണ്ട് നമ്മളൊക്കെ അർത്ഥമാക്കുന്നത്. ആ രീതിയിൽ സെറ്റിലാകാതിരിക്കണം എന്നുള്ളതാണ് സ്വയം പര്യാപ്തതയിലൂടെ ഞാൻ കാണുന്നത്. എന്നും വളർച്ചയ്ക്കുള്ള ത്വര നമ്മളിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്നും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും യാതനകളും അനീതികളും ഒക്കെ നമുക്ക് ദൃശ്യമാകണം. അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അത് മനസ്സിലാക്കുവാൻ സാധിക്കണമെന്ന് മാത്രമല്ല, അത് സ്വയം തുടച്ചു നീക്കുവാനും കഴുകി കളയുവാനുമുള്ള പ്രാപ്തി നമുക്കുണ്ടാകണം. ആ പ്രാപ്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ശിവഗിരി തീർത്ഥാടനം എന്നുള്ളത് കൊണ്ടും അർത്ഥമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, അഷ്ടവഴികളിലൂടെ എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഈ 8 വിഷയങ്ങളിലായി ഈ തീർത്ഥാടനം നടത്തണമെന്ന് ഉപദേശിച്ചത് എന്നുള്ളത്. അതിൻ്റെ പുസ്തകത്തിലുള്ള അതിൻ്റെ വിവരണം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അന്ന് വല്ലഭശ്ശേരി വൈദ്യരും ടിക്കക്കെട്ടിനും കൂടെ വന്ന് ശ്രീനാരായണ ഗുരുവിനോട് ആദ്യം തീർത്ഥാടനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ ശിവഗിരി തീർത്ഥാടനം എന്തിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് ആദ്യത്തെ മറുപടിയായി വന്നത്, നമ്മുടെ ജാതിക്കാർക്കാർക്കും തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനം ഇന്നും ലഭ്യമല്ല, അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ഒത്തുചേരുവാനും പ്രാർത്ഥിക്കുവാനും പിരിഞ്ഞു പോകാനും കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ളതായിരുന്നു ആദ്യമുണ്ടായിരുന്ന ഒരു മറുപടി. പക്ഷെ അങ്ങനെയല്ല, ഒത്തുചേർന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മാത്രം പോരാ, ഈ പറയുന്ന ഓരോ വിഷയത്തിലുമുള്ള പ്രഗത്ഭരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ബോധനം നൽകണം. അവർ സ്വയം പര്യാപ്തരാകണമെങ്കിൽ ആ അറിവ് അതിനാവശ്യമാണ്, ആ ബോധനം അതിനാവശ്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ആ പാതയിലൂടെയാണ് നമ്മൾ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സ്വയം പര്യാപ്തതയുടെ പാതയിലൂടെ. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും
ഒരുപാട് മലീമസമായിട്ടുള്ള ചിന്തകളും ഒരുപാട് പ്രതിലോമ ശക്തികളുമൊക്കെ നമുക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനൊക്കെ എതിരായി പൊരുതുവാനുള്ള ഒരു മനോധൈര്യം, ഒരു മനോവീര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഗുരുദേവൻ്റെ സമഗ്രമായിട്ടുള്ള എല്ലാ ചിന്തകളും എല്ലാ കൃതികളും എല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ആത്മാഭിമാനത്തിലും സ്വയം ശാക്തീകരണത്തിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ തവണയും ഓരോ പ്രവൃത്തിയും ചെയ്തിട്ടുള്ളത്, ഓരോ വാക്കും ഉരിയാടിയിട്ടുള്ളത്. സ്വയം പര്യാപ്തമായാൽ മാത്രം പോരാ, വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും നമ്മൾ പരിശുദ്ധമായിരിക്കണം, നമ്മൾ ശുദ്ധമായിരിക്കണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും ശുദ്ധമായിരിക്കണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. ആ ശുദ്ധമായിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമുള്ള വാചകത്തിൽ. ചിലപ്പോൾ തെറ്റുകൾ നമുക്ക് സംഭവിക്കാം അല്ലേ? പ്രത്യേകിച്ച് സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യാനുള്ള അഹംഭാവവും കൂടി കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്യുക അല്ലേ? അപ്പം അങ്ങനെ തെറ്റുകൾ ചിലപ്പോൾ സംഭവിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി അത് തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കി അത് തിരുത്തുവാനുള്ള ഒരു മനഃശുദ്ധി നമുക്കുണ്ടാകണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ആ തെറ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള തെറ്റുകളെ കാണുമ്പോഴും അത് തിരുത്തുവാനുള്ള മനഃശുദ്ധി ഉണ്ടാകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മലീമസമായിട്ടുള്ള ചിന്തകളെയും ഒപ്പം മലിനമായിട്ടുള്ള ഏത് ഘടകത്തെയും, അത് നമ്മുടെ മനസ്സിനെ ആയാലും പ്രവൃത്തിയായാലും ജീവിതത്തെ ആയാലും ഒക്കെ മലീമസപ്പെടുത്തുന്ന എന്തിനേയും തുടച്ചു നീക്കുവാനുള്ള ഒരാത്മവീര്യം നമുക്കുണ്ടാകണം. ഗൂഢമെൻ നെഞ്ചിൽ നിന്ന് ഊരിയെറിഞ്ഞു ഞാൻ വാടിയ പൂക്കൾ തൻ മാല്യം എന്നാണ് ബാലാമണിയമ്മയുടെ ജീവിതാനന്ദം എന്ന് പറയുന്ന ഒരു കവിതയിലെ വരി. അത് അവസാനിക്കുന്നത് ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഈ ആനന്ദത്തിനെയോ സന്ദേശത്തിനെയോ തുരത്തി ഓടിച്ചുകൊണ്ടേയിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ കളങ്കപ്പെടുത്തുന്ന വാടിയ പൂക്കളുടെ മാല്യം നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു നീക്കുകയാണ് വേണ്ടത് എന്നാണ് അവർ പറയുന്നത്. ഗുരുദേവൻ്റെ ഓരോ പ്രവൃത്തിയിലും എത്രമാത്രം ശക്തമായിട്ടുള്ള ആഹ്വാനങ്ങളാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ കൃഷിയെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും കൈത്തൊഴിലിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോഴും കേരളത്തിൽ ആദ്യമായി കൃഷിയും വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദർശനം, ഇന്ന് നമ്മൾ എക്സ്പോ എന്ന് പറയാറുണ്ട്, അത്തരത്തിലുള്ളൊരു പ്രദർശനം നടന്നത് എന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 1904 കൃഷിയും വ്യവസായവുമായിട്ടുള്ള ഒരു എക്സ്പോ ശ്രീനാരായണ ഗുരുദേവൻ്റെ അധ്യക്ഷതയിൽ അന്ന് നടന്നു എന്ന് മാത്രമല്ല, അതിൽ സ്ത്രീകൾക്കായിട്ടുള്ള ഒരു പ്രത്യേക സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് 1904 കാര്യമാണ് ഞാനീ പറയുന്നത്. അന്ന് സ്ത്രീകൾക്കായിട്ട് ഒരു പ്രത്യേക സമ്മേളനം അതിലുണ്ടായിരുന്നു. പാളയിൽ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തെ കാര്യമാണ്. ആ സ്ത്രീകളുടെ സമ്മേളനത്തിലും അതിനുശേഷമുണ്ടായിട്ടുള്ള ഓരോ സമ്മേളനത്തിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ ഉറച്ചു പോരാടുവാനായിട്ടുള്ള ശബ്ദം ഉയർത്തുന്ന വ്യക്തിത്വങ്ങൾ, അതും സ്ത്രീകൾ തന്നെ അന്നും ഉണ്ടായിരുന്നു. ഡോക്ടർ പൽപ്പുവിൻ്റെ പപ്പമ്മ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അമ്മമാർ, കുടുംബങ്ങൾ കയ്യിലുള്ള സ്വർണ്ണാഭരണം വിറ്റാണെങ്കിലും മക്കളെ പഠിപ്പിക്കണം എന്ന് 1904 ആഹ്വാനം ചെയ്തതാണ്. ഇന്ന് നമ്മിൽ എത്ര പേരാണ് അത് പറയുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം വിദ്യാഭ്യാസത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ വിവേചനങ്ങൾക്കുമെതിരെ, മതസ്പർദ്ധ എന്ന അഴുക്കിനെതിരെ, ജാതിചിന്ത എന്ന മാലിന്യത്തിനെതിരെ, സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള അതിക്രമം എന്ന ഭീകരതയ്ക്കെതിരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഒഴിച്ചുമാറ്റുന്ന പ്രവണതകൾക്കെതിരെ, ദുഷ്ചിന്തകൾക്കെതിരെ, മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, നമ്മുടെ സമൂഹത്തെ വളർച്ചയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഓരോ ഘടകത്തെയും
മാലിന്യമാണ്, അഴുക്കാണ് എന്നറിഞ്ഞുകൊണ്ട് തുടരെ തുടരെ അവയ്ക്കെതിരെ പൊരുതുവാനും അവയെ കഴുകിക്കളയുവാനുമുള്ള ആയുധമാണ് വിദ്യാഭ്യാസവും തൊഴിലും നൈപുണ്യവും എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രാവർത്തികമാക്കിയ ഗുരുദേവൻ്റെ തീർത്ഥാടനത്തിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. ആ പോരാട്ടം അന്ന് തുടങ്ങിയത് ഇന്നും കേരളത്തിൽ തുടരുകയാണ്, അല്ലേ? ഒരു നൂറ്റാണ്ട് മുൻപേ തുടങ്ങിയ പോരാട്ടം ഇന്നും തുടരുകയാണ്. അത് തുടരേണ്ടുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം സാമൂഹിക പരിഷ്കരണം എന്നുള്ളത് ഒരു തുടർ പ്രക്രിയയാണ്. അതിന് ഒരവസാനമില്ല. കൽപ്പറ്റ മാഷിൻ്റെ ഒരു കവിതയിൽ ഡൈനസോറുകൾ ഇല്ലാതായിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കവിതയുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു കവിതയാണ്. ഉണ്ടായത് ഇല്ലാതാവുകയില്ല. എന്താണ്? ഉണ്ടായത് ഇല്ലാതാവുകയില്ല, മാറുകയേ ചെയ്യൂ രോഗങ്ങളെ പോലെ. അല്ലേ? ഉണ്ടായത് ഇല്ലാതാവുകയില്ല, മാറുകയേ ഉള്ളൂ രോഗങ്ങളെ പോലെ. ഡൈനസോറുകളും ഇല്ലാതായിട്ടില്ല, കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നുണ്ടായിരുന്ന ഈ അക്രമങ്ങളും അനീതികളും ദുരാചാരങ്ങളും എല്ലാം പൂർണ്ണമായും ഇല്ലാതായി എന്ന് നമുക്ക് വിസ്മരിക്കാനാകില്ല. അതുതന്നെയാണ് കൽപ്പറ്റ മാഷിൻ്റെ കവിതയിലുള്ളത്. എന്നും നമുക്കുള്ള ആതങ്കം, ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇല്ലാതാകുന്നില്ല. അത് മാറ്റുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കൊരു രോഗം വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മാറ്റുന്നതോ അതുപോലെ തന്നെ സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും ഓരോ അമ്മയുടെയും മനസ്സിലുള്ള ഈ ആശങ്ക, ഭീതി, ഭയം എന്നുള്ളത് അന്നും ഇന്നുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ പല പല വേഷങ്ങളിൽ, പല പല ഭാഷകളിൽ, പല പല ഭാവങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പ്രതിലോമ ശക്തികൾക്കെതിരായി നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സ്വയം പര്യാപ്തതയും ഒക്കെ ആയുധങ്ങളായി എടുത്തുകൊണ്ട് ഈ മാലിന്യം തുടച്ചു നീക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആശിക്കുവാനുള്ളത്. സമയമായി എന്നുകൂടി അവിടുന്ന് കാണിക്കുന്നുണ്ട്. ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇടം ഇല്ലാത്തവന്, തൻ്റേതായിട്ടുള്ള ഒരിടമില്ലാത്തവന് തൻ്റെ ഇടം നൽകിയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു. തൻ്റേതായിട്ടുള്ള ഒരിടമില്ലാത്തവന് തൻ്റെ ഇടം നൽകിയ ഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ തൻ്റെ ഇടം നമുക്ക് ഓരോരുത്തർക്കും നമ്മെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുവാൻ ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും തുടരെ തുടരെ ദുരാചാരങ്ങൾക്കെതിരെ പോരാടുവാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.